ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? അല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നന്ദി മാത്രമേ ഉള്ളല്ലേ? അങ്ങനെ എത്ര 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 ഡയലോഗുകളല്ലേ ജെയ്സൺ, പറഞ്ഞാൽ അങ്ങനെ തീരില്ല. തീർച്ചയായും രോഷിനി, സലീംകുമാർ സിനിമയിൽ അവതരിപ്പിച്ച ഡയലോഗുകൾ ഒരിക്കലും തീരാത്തത് എന്ന് മാത്രമല്ല, ഒരിക്കലും അസ്തമിക്കാത്ത നിരവധി ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ സന്തോഷഘട്ടത്തിൽ ഏത് ഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ച ഡയലോഗുകൾ. നേരത്തെ റോഷിനി ചൂണ്ടിക്കാണിച്ച തുടർച്ചയായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും സലീംകുമാർ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് പറയാത്തൊരു മലയാളി പോലും ഉണ്ടാകില്ല. കാരണം നമ്മുടെ ജീവിതത്തെ അത്രയേറെ അടുത്ത് നിൽക്കുന്ന, ജീവിതത്തോട് അത്രയേറെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ, ആ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന അനുഭവങ്ങൾ, ഇതായിരുന്നു അദ്ദേഹം മലയാളിക്ക് തൻ്റെ കഥാപാത്രത്തിലൂടെ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സലീംകുമാർ നമ്മളിൽ ഒരാളായി ഏതെങ്കിലും ഒരു ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെ നാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സലീംകുമാറായി മാറുന്നു. സലീംകുമാറിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. സലീംകുമാർ മലയാളിക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഡയലോഗുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് സലീംകുമാർ നമുക്കേവർക്കും പ്രിയപ്പെട്ടവനായി മാറുന്നത്. അകാലത്തിൽ പൊലിയേണ്ട ഒരു കലാകാരനായിരുന്നില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരുന്നത്. ഒരു പക്ഷേ സലീംകുമാർ ഇനിയും നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നെങ്കിൽ ഇനിയും നിരവധി അനുഭവങ്ങളിലൂടെ ഒരു മലയാളി കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയാവുന്ന നിരവധി അനുഭവക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾ സമൂഹത്തെ തിരുത്തുന്നതിനും അപ്പുറത്തേക്ക് ചിന്തിപ്പിക്കുന്നതിനും ശക്തമായ നിലപാടുകൾ, തനിക്ക് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് തോന്നുന്ന, തനിക്ക് ഉത്തമ ബോധ്യത്തോടുകൂടി പറയേണ്ട നിലപാടുകൾ പറയണമെന്ന് മലയാളിയെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കലാകാരൻ കൂടിയായിരുന്നു സത്യത്തിൽ സലീംകുമാർ. സലീംകുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചൊക്കെ നാം നേരത്തെ ചർച്ച ചെയ്തതാണ്. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, താൻ പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരു ലവലേശം ആശങ്കപ്പെടാതെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തലത്തിൽ നോക്കിയാലും മനുഷ്യ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, അതോടൊപ്പം തന്നെ കരുണയുടെ, എളിമയുടെ, ലാളിത്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന്, എത്ര ലളിതമായി തരണം ചെയ്യണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ സമസ്ത ജീവിത തലങ്ങളെയും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പാഠപുസ്തകമായിരുന്നു സത്യത്തിൽ സലീംകുമാർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. കാരണം അദ്ദേഹം ജീവിതത്തിൽ കടന്നു വന്ന വഴികളെന്ന് പറയുന്നത് ഒട്ടും സുഖകരമായ വഴികളായിരുന്നില്ല, ഒട്ടും ശാന്തമായ വഴികളായിരുന്നില്ല. ഒരാളും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നത് അവഗണനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നത് തിക്തമായ ജീവിതാനുഭവങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നത് ദാരിദ്ര്യം കൊണ്ട് പടുത്തുയർത്തിയ അനുഭവ സമ്പത്തിൽ നിന്നുള്ള കരുത്തായിരുന്നു. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ ഉയർന്നു വരേണ്ടത്, ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരിടും. അതുതന്നെയാണ് തൻ്റെ മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹം പൊതുവേദിയിൽ വെച്ച് ചിരിച്ചുകൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ശ്രമിച്ച ഒരു വ്യക്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടണമെന്നത് പഠിക്കേണ്ട ഒരു പാഠപുസ്തകമായി മാറുകയാണ് സലീംകുമാർ. ആ സലീംകുമാറാണ് നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അദ്ദേഹത്തെ അവസാനമായിരുന്നു നമുക്ക് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും അദ്ദേഹത്തെ വീട്ടിലെത്തി ദീപോപചാരം അർപ്പിച്ചു. KC വേണുഗോപാൽ വന്നിരുന്നു. സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ ഇപ്പോഴും ഇവിടെയുണ്ട്. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. മതപരമായ ഒരു ചടങ്ങുകളും പാടില്ല എന്ന് അദ്ദേഹത്തിന് ശക്തമായി പറയാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവ സമ്പത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. തന്നിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ, തന്നിലുള്ള വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാടുകൾ പറയുന്നതോടൊപ്പം തന്നെ തൻ്റെ മരണശേഷം എന്ത് ചെയ്യണമെന്ന് അർത്ഥശങ്കയ്ക്കിടയിൽ അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമഗ്രമായൊരു വ്യക്തി, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചു പോയൊരു വ്യക്തി, ജീവിതത്തിൻ്റെ സന്തോഷവും ദുഃഖവും ദാരിദ്ര്യവും ദുരന്തവും ദുരിതവും എല്ലാം കണ്ടിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിയെയാണ് നാം സമഗ്രമായൊരു വ്യക്തി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സമഗ്രമായ ഒരു ആയുസ് അവസാനിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആയുസ് പെട്ടെന്ന് അവസാനിക്കേണ്ട ഒരാളല്ല, അകാലത്തിൽ പൊലിയേണ്ട ഒരു വ്യക്തിയല്ല സലീംകുമാർ എന്ന്
തന്നെയാണ് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ഈ പൊതുസമൂഹത്തോട് പുരപ്പുകളിലിരുന്ന് വിളിച്ചു പറഞ്ഞ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇനിയും ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാരുണ്യം നമുക്ക് തൊട്ടറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയാമായിരുന്നു. അങ്ങനെ സമഗ്രമായ ഒരു വ്യക്തിയെ നമുക്ക് നഷ്ടപ്പെടുന്നു, സമഗ്രമായ ഒരു കലാകാരൻ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ ഏറെ ദുഃഖകരമായ ഒരു അനുഭവത്തിനാണ്, ഏറെ ദുഃഖം നിറഞ്ഞ ഒരു അവസ്ഥയ്ക്കാണ് സത്യത്തിൽ ലോഫിംഗ് വില്ല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന്. ഏകദേശം 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് നീണ്ട ക്യൂ ആയിരുന്നു റോഡിലേക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പാതി വഴിയിൽ വെച്ചത് നിർത്തേണ്ട സാഹചര്യം വന്നു. കാരണം മഴ ഇനിയും ശക്തമായി വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. സലിംകുമാറിന്റെ തള്ളല്ലേ ഒരു സെക്കൻഡ് ഗ്യാസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ശബ്ദം പഠിക്കാനല്ല പുകയാനി നിൽക്കാൻ വേണ്ടിയിട്ട് മാറി. നടൻ സലിംകുമാറിന്റെ അവസാന യാത്രയുടെ അവസാന നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, ഈ നിമിഷം വീണ്ടും വീണ്ടും അടയാളപ്പെടുത്താതിരിക്കാനേ കഴിയില്ല. മലയാളികളെയെല്ലാം അത്രത്തോളം ചിരിപ്പിച്ച,
ആഴത്തിലുള്ള വ്യാപ്തിയുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് കരയിപ്പിച്ച, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പോരാടി തോൽപ്പിച്ച, എന്തും തുറന്നു പ്രതികരിക്കാൻ മടിയില്ലാത്ത, ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്ന, പേരിൽ പോലും ജാതിയും മതവും വ്യക്തമാക്കാത്ത, ജീവിതത്തിലുടനീളം ജാതിയും മതവും പറയാത്ത, പറയാനുള്ളതെല്ലാം മലയാളിക്ക് പറഞ്ഞു നൽകിയ, സിനിമയിലും സാംസ്കാരിക വേദികളിലുമൊക്കെയും നിറഞ്ഞു നിന്ന അതുല്യ പ്രതിഭ. അദ്ദേഹം നമ്മെ വിട്ട് വിടവാങ്ങുന്നതിൻ്റെ അവസാന നിമിഷങ്ങളാണ്. കണ്ണീർ തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടുമുറ്റം, ആ വീട്ടുവളപ്പ് ഇന്ന് നിന്ന് കരയുകയാണ്. അർജുൻ, അങ്ങനെ ചിതയിൽ തീ കൊളുത്തിയിരിക്കുന്നു അല്ലേ? റോഷ്നി, ഇപ്പോൾ സലീം കുമാറിൻ്റെ ചിതയിൽ മക്കൾ തീ കൊളുത്തിയിരിക്കുന്നു. വലിയ ആൾക്കൂട്ടമാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പറവൂർ പുത്തൻപുരക്കരയിലെ ലോഫിംഗ് വില്ല എന്ന് പറയുന്ന ഈ വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അയൽവാസികളും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് മുൻഭാഗത്ത് തന്നെയായി അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ ചിതയിൽ ഇപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരുന്നു. ഇപ്പോൾ മലയാളികൾക്ക് എല്ലാ കാലവും ഓർത്തുവെക്കാനുള്ള ഒരുപിടി കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ട് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ മഹാനടൻ യാത്രയാവുകയാണ്. ഒരാഴ്ച മുമ്പ് വരെ വളരെ സജീവമായി തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിലും തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണ ചടങ്ങിലടക്കം പങ്കെടുത്ത, വളരെ സജീവമായി തന്നെ സാമൂഹ്യ വിഷയങ്ങളിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരുന്ന, സിനിമയിലും സജീവമായി കൊണ്ടിരുന്ന ഒരു അതുല്യ പ്രതിഭ. മലയാളികൾക്ക് എല്ലാ തലമുറകൾ എത്ര മാറിയാലും അവർക്കെല്ലാം തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഒക്കെ തന്നെ ഓർക്കാൻ കഴിയുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ, അതൊരു പക്ഷേ റീലുകളായും അല്ലെങ്കിൽ ട്രോളുകളായും ഒരു പക്ഷേ സ്റ്റിക്കറുകളുമായും ഒക്കെ തന്നെ നമുക്ക് മുന്നിൽ ഇനിയും ഒരുപാട് കാലം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതെല്ലാ തലമുറക്കും, അദ്ദേഹത്തെ കാണാത്ത ഇനി വരാനിരിക്കുന്ന തലമുറക്ക് പോലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെ ഓർക്കാൻ, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മലയാളികൾ എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിൽ സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങളുമായി, സലീം കുമാറുമായി ബന്ധപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കണക്ട് ചെയ്തിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ മലയാളികൾക്ക് ഇത്രമേൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രമേൽ മലയാളികളുടെ മനസ്സിൽ ഒരു മുദ്ര പതിപ്പിച്ച, അവരുടെ മനസ്സിലൊരു ഓർമ്മയായി അവശേഷിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവുണ്ടോ എന്നതുപോലും സംശയമാണ്. പല സിനിമകളിലും ആ സിനിമയിലെ നായകൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പോലും നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും സലീം കുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തെ എല്ലാവരും ഓർക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊമേഡിയൻ എന്നതിനപ്പുറത്തേക്ക് സീരിയസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സാധാരണ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ അധികം ആഴമുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഒരു കൊമേഡിയൻ ഒരു സീരിയസ് കഥാപാത്രം ചെയ്യുമ്പോഴുള്ള ആഴങ്ങളാണ്. സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളടക്കം വലിയ അത്ഭുതങ്ങളാണ് മലയാളികൾക്ക് മുന്നിൽ ഉണ്ടാക്കിയത്. സ്വാഭാവികമായും സിനിമക്കപ്പുറത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരു മറയുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ഏതെങ്കിലും കിട്ടാവുന്ന പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളോ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ തൻ്റെ നിലപാട് ഏതു വേദിയിലും പരസ്യമായി തന്നെ ആർജവത്തോടുകൂടി പറയുക എന്നതുകൂടി സലീം കുമാറിനെ വേറിട്ടതാക്കുന്നതാണ്. മാത്രവുമല്ല, സ്വന്തം അനുഭവങ്ങളാവട്ടെ, സാമൂഹ്യ വിഷയങ്ങളാവട്ടെ, സലീം കുമാറിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. വളരെ സരസമായ, അതേസമയം ആക്ഷേപഹാസ്യത്തോടുകൂടി പറയുന്ന, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ കിട്ടുന്ന, സാധാരണക്കാർക്കടക്കം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിൽ അദ്ദേഹം വളരെ സരസമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ഭാഷയായിരുന്നു. ആ ഭാഷ ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടിയാണ് എന്നതാണ്.
അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പരന്ന സൗഹൃദമാണ്. അതിൽ സിനിമാ മേഖലക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് പരന്നു നിൽക്കുന്ന ഒരു വിശാലമായ സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടതാണ് അദ്ദേഹം പി ജയരാജൻ, അതായത് അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ പോലും അദ്ദേഹം CPM നേതാവായ പി ജയരാജനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിലപാടുകൾ കൃത്യമായി തന്നെ പറയുകയും വ്യക്തമായി തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമായും സൗഹൃദമുണ്ടാക്കാനും എല്ലാവരുമായും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ആ സൗഹൃദങ്ങളും ആ ബന്ധങ്ങളും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഒരു തടസ്സമാകുന്നില്ല, ഒരു പരിമിതിയാകുന്നില്ല. അതുതന്നെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കാണുകയും ചെയ്തത്. എല്ലാ വേദികളിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, നിശ്ചിതമായ വിമർശനം, അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വളരെ സരസമായ ഭാഷയിൽ ആക്ഷേപഹാസ്യത്തോടുകൂടി അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങളെയോ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെയോ ഒന്നും തന്നെ ബാധിക്കില്ല എന്നതാണ് നമ്മളുടെ അനുഭവം. അത്തരത്തിൽ മലയാളികളുടെ സാമൂഹ്യ പരിസരത്ത് ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന, അതേസമയം മലയാളികളുമായി ഏറെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്ന, സൗഹൃദമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു അതുല്യ പ്രതിഭയാണ് യാത്രയാകുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്.